ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് എന്താ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്? നാരങ്ങ അച്ചാർ. അതെ, നമ്മൾ നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്. നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മരത്തു നിന്ന് പൊട്ടിച്ച നാരങ്ങ കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം നാരങ്ങയിൽ ഉപ്പിട്ട് വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് ഉപ്പ് നല്ലോണം പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി എന്താ ആദ്യം ചെയ്യേണ്ടത്? ഇനി ഇഞ്ചും വെളുത്തുള്ളിയും ഇടാം. ഓക്കെ, ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണയും നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. അതിലേത് വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മളിനി കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് വാടുന്നവരെ ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വാടിയതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ഇടുന്നത്. മഞ്ഞപ്പൊടിയും മുളകും കൂടി ഇടാം. ഉവളപ്പൊടി ഇടാം. കടുക് ഇടാം. ഇളക്കി കൊക്കാം. ഈ ഇട്ട പൊടികളൊക്കെ മൂത്ത് വരുന്നത് ഉലുവപ്പൊടിയും കടുകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതൊന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്കാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയും നാരങ്ങയും മിക്സ് ആകുന്നവരെ നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി ഇടാം. കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ മിക്സ് ആക്കുക. ഈ കായപ്പൊടി ഇട്ടതും എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് മാത്രമേ നമുക്ക് ജസ്റ്റ് ഒരു പണിയുള്ളൂ. ഈ മിക്സിങ് മാത്രമേ ഉള്ളൂ. ഇതിൽ ചേർക്കുന്ന സാധനമൊക്കെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. കുറച്ച് കയ്പുള്ള നാരങ്ങ ആയതുകൊണ്ട് നമ്മളിവിടെ ഈത്തപ്പഴം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കയ്പ് കുറഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് അതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ പോരാന്ന് നമുക്ക് ഇതിൻ്റെ ഗ്രേവി കൂടുതൽ വേണമെന്ന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സുർക്ക ചേർത്ത് കൊടുത്താൽ മതി. കുപ്പിയിലാക്കാം. അങ്ങനെ നമ്മളിതൊരു ഗ്ലാസ് ജാറിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസിൻ്റെ അങ്ങനെ സെറാമിക് പോലുള്ള പാത്രങ്ങളിൽ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് കഴിവതും ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ളതിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.